ഹലോ റീഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പേപ്പർ പ്ലാൻ. ഇത് ഞാൻ എത്തിയിരിക്കുന്ന ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ്. സോ വാട്ട് ഈസ് നെറ്റ് ഗാലി, അതുപോലെ നെറ്റ് ഗാലിയിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് ഫ്രീ ഇ ബുക്സ് ലഭിക്കുന്നത്, ഇതൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ നെറ്റ് ഗാലി അറിയാത്തവർക്ക്, നെറ്റ് ഗാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ഗാലി ഒരു ആർക്കിൻ്റെ ഒരു ലോഗാണ്. അഡ്വാൻസ്ഡ് റീഡർ കോപ്പി എന്താണെന്ന് അറിയാത്തവർക്ക്, സപ്പോസ് നിങ്ങളൊരു റൈറ്റർ ആണെന്ന് വിചാരിക്കും. സോ നിങ്ങൾ ബുക്ക് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നെറ്റ് ഗാലി എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യും. ആൻഡ് ദെൻ ഞങ്ങളെപ്പോലത്തെ റിവ്യൂവേഴ്സ് അതിൽ കയറിയിട്ട് ഈ ബുക്സ് നമുക്ക് പറ്റിയ ടേസ്റ്റ്, നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ബുക്സ് നമ്മൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് കയറി വായിക്കും. ആൻഡ് ദെൻ നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കും. സോ വൺസ് യു ഗെറ്റ് യുവർ ഫീഡ്ബാക്ക്, യു ക്യാൻ ഐദർ ചേഞ്ച്, നിങ്ങൾക്ക് നിങ്ങളുടെ ബുക്ക് അതിനനുസരിച്ച് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഒന്നെങ്കിൽ ചേഞ്ച് വരുത്താം, അല്ലെങ്കിൽ ഞങ്ങൾ ഈ ഇടുന്ന റിവ്യൂസ് ലൈക്ക് ഓവർ ദ പ്ലാറ്റ്ഫോം ലൈക്ക് ഗുഡ് റീഡ്സിൽ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനത്തെ റിവ്യൂസ് ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബുക്ക് പബ്ലിഷ് ആവുന്ന ഡേറ്റ് ആകുമ്പോഴേക്കും നിങ്ങളുടെ ബുക്കിന് കുറച്ചൊരു റിവ്യൂസും റേറ്റിങ്ങും ഗുഡ് റീഡിലൊക്കെ കിട്ടിയിട്ടുണ്ടാവും. സോ അങ്ങനെ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ബുക്കിനൊരു ഫെയിം വരാനൊക്കെയാണ് ഈ നെറ്റ് ഗാലി എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ നെറ്റ് ഗാലി നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് കാണിച്ചു തരാം. ആദ്യമായിട്ട് നിങ്ങൾ നെറ്റ് ഗാലി തുറക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു പേജിലാണ് എത്തുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ റിവ്യൂവർ ആയിട്ടാണ് ഫസ്റ്റ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് എല്ലാം നിങ്ങളുടെ ജോൺറ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോൺറയൊക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. എത്ര വേണേലും നിങ്ങൾക്കിത് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ ഇവിടെ ബയോയിൽ വേണമെങ്കിൽ നിങ്ങൾക്കൊരു വൺ ലൈനർ എന്തെങ്കിലും കൊടുക്കാം, കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം, എല്ലാ ഇൻസ്റ്റാഗ്രാമുമായിട്ട് ഇതിൽ കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ റിവ്യൂ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗുഡ് റീഡ്സ് അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്യാം. സോ ഗുഡ് റീഡ്സ് അക്കൗണ്ട്, ഐ തിങ്ക് ഗുഡ് റീഡ് ആദ്യം വേണം തോന്നുന്നു ഇതുണ്ടാക്കുമ്പോൾ. കാരണം നിങ്ങൾ റിവ്യൂ ചെയ്യുന്ന ബുക്സ് ഒക്കെ ഗുഡ് റീഡ്സിലും കൂടെ റിവ്യൂ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. സോ നിങ്ങൾ ഗുഡ് റീഡ്സ് ആദ്യം തുടങ്ങിക്കോ, എന്നിട്ട് ഇത് തുടങ്ങുന്നതായിരിക്കും നല്ലത്. ഓക്കെ, വൺസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫീഡ്ബാക്ക് റേഷ്യോ എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് ഒരു 85 ആണ് തോന്നുന്നു റെക്കമെൻഡഡ്. ബട്ട് ഇതൊരു 80+ എങ്കിലും ഉണ്ടാവുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കാറ്റഗറിയിലുള്ള ടൈറ്റിൽസ്, പുതിയ ബുക്സ് വന്നിട്ടുള്ളത്. സോ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ബുക്സ് വേണം എന്നുണ്ടെങ്കിൽ, സപ്പോസ് നിങ്ങൾക്ക് വേണ്ട ബുക്ക് ഇതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളിതാ ഇതിന് ഡീറ്റെയിൽസ് വായിക്കാം. ഫുൾ ഡീറ്റെയിൽസ് വെച്ച് ഡിസ്ക്രിപ്ഷൻ വായിച്ചിട്ട് ഇത് റിക്വസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ റിക്വസ്റ്റ് ചെയ്താൽ അവർ അപ്രൂവൽ തന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ബുക്ക് വായിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മൾ അപ്രൂവലിന് റിക്വസ്റ്റ് ചെയ്യുക. ഇനി ഈ 2 ടൈപ്സ് ഓഫ് ബുക്സ് ആണല്ലോ, ഒന്ന് ഫ്രീ ആയിട്ട് വായിക്കാൻ പറ്റിയതും ഒന്ന് അപ്രൂവൽ ആവശ്യമുള്ള ബുക്സും. സോ അപ്രൂവൽ ആവശ്യമുള്ള ബുക്സ് നമ്മൾ കുറച്ച് പ്രോ ആവണം. എന്നുവെച്ചാൽ നമ്മൾ ഒരുപാട് ബുക്സ് വായിച്ച് നമ്മൾ പ്രോ ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളിപ്പോൾ നമ്മൾ പൊതുവെ വായിക്കുന്ന ടൈപ്പ് ഓഫ് ബുക്സ് നമുക്ക് അപ്രൂവലായിട്ട് കിട്ടുള്ളൂ. നേരെ മറിച്ച് ഫ്രീ ആയിട്ട് ചില ഫ്രീ ഇ ബുക്സ് ഉണ്ട്. സോ അതിൽ നമുക്ക് ഒരുപാട് ബുക്സ് ഉണ്ടാവും. അത് നമുക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് വായിക്കാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഏത് ബുക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിലും ഫ്രീ ആയിട്ടായിക്കോട്ടെ അപ്രൂവൽ ആയിട്ടായിക്കോട്ടെ, നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വായിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീക്വൻസിക്ക് ചേരുന്നതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം വായിച്ചാൽ മതി, അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്താൽ മതി. കാരണം വൺസ് യു റിക്വസ്റ്റ് അവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വൺസ് യു ഗോ ആ ഫ്രീ ഇ ബുക്സ് കിട്ടുന്നിടത്ത് പോയിട്ട് റീഡ് നൗ നോക്കി കഴിഞ്ഞാൽ ആ ബുക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പ്രൊഫൈലിൽ വരും. ആൻഡ് ദെൻ നിങ്ങളത് വായിക്കാതെ DNF ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ റേഷ്യോ, ഞാൻ നേരത്തെ കാണിച്ചു തന്ന ആ റേഷ്യോ കുറഞ്ഞുകൊണ്ടേയിരിക്കും. സോ വൺസ് എനിക്ക് അങ്ങനെ ഒന്ന് സംഭവിച്ചു. കാരണം ഞാനൊരു ബുക്ക് ഇതുപോലെ റിക്വസ്റ്റ് ചെയ്തു, അപ്രൂവൽ കിട്ടി. എനിക്കത് ആ ഒരു റൈറ്റിംഗ് എനിക്ക് തീരെ സെറ്റ് ആവുന്നില്ല. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു വായിക്കാൻ. ബട്ട് ദെൻ
എനിക്ക് പറ്റുന്നില്ല. അപ്പം ഞാൻ DNF ചെയ്തു. ഞാൻ ഒന്നേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. ഒന്നൊക്കെ DNF ചെയ്താലും എൻ്റെ റേഷ്യോ ഒരിക്കലും എനിക്കിനി 100% ആവില്ല, ലൈക്ക് 90 സംതിങ്ങേ ആവുള്ളൂ. എന്നാലും കുഴപ്പമില്ല, കാരണം എനിക്ക് 85 റിമെയിൻ ചെയ്യാൻ എനിക്ക് കുഴപ്പമില്ല. ബട്ട് നേരെ മറിച്ച് ഒരു 2 3 ഒക്കെ DNF ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഏത് ബുക്ക് നിങ്ങൾ എടുക്കുകയാണെങ്കിലും നിങ്ങളുടെ ജോൺറെ, നിങ്ങൾക്ക് പറ്റിയ ടേസ്റ്റിന് അനുസരിച്ച്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ വായിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ട്, നിങ്ങൾക്ക് ആ ഒരു പ്രമിസ് ഇഷ്ടമായെങ്കിൽ മാത്രം ഗോ ആൻഡ് റിക്വസ്റ്റ്. അറ്റ് എ ടൈം ഒരിക്കലും ഒരുപാട് ബുക്സ് റിക്വസ്റ്റ് ചെയ്യരുത്. ഒരു 3 ആണ് മാക്സിമം റിക്വസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയല്ല, നിങ്ങൾക്ക് എത്രയും റിക്വസ്റ്റ് ചെയ്യാം, ബട്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ആ ഒരുപാട് ബുക്സ് കാണുമ്പോൾ ഭയങ്കര ആർത്തിയോടെ പോയിട്ട് എല്ലാം റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരുപാട് ബുക്സ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് വായിക്കാൻ. ആൻഡ് നിങ്ങൾക്ക് ചിലപ്പോൾ വായിക്കാനുള്ള മൂഡ് ഉണ്ടാവണമെന്നില്ല. ആൻഡ് ദെൻ ആ റേഷ്യോ പറ്റ താഴെ പോകാൻ ചാൻസ് ഉണ്ട്. സോ ഞാൻ മാക്സിമം 3 മാത്രമേ റിക്വസ്റ്റ് കൊടുക്കാറുള്ളൂ. ആ റിക്വസ്റ്റ് കൊടുത്തത് എനിക്ക് അപ്രൂവൽ കിട്ടാതെ ഡിക്ലൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ അതിന് പകരം വേറെ ഏതെങ്കിലും കൊടുക്കും. അല്ലാതെ ഞാൻ അതിൽ കൂടുതലായിട്ട് ഞാൻ റിക്വസ്റ്റ് കൊടുക്കാറില്ല. എനിക്കറിയാം മറ്റേ ടൈം ഒരിക്കലും എനിക്ക് 3-ലധികം ആർക്കും എനിക്ക് വായിക്കാൻ പറ്റില്ല, കാരണം എനിക്ക് വേറെ അതർ ബുക്സും എനിക്ക് വായിക്കേണ്ടതായിട്ടുണ്ട്. സോ ഇത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നിയ 1-2 ബുക്സ് മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഷെൽഫ് കാണാം. സോ ഇതാണ് എൻ്റെ ഷെൽഫ്. ഇതിലിതാ ഈ 3 ബുക്സാണ് ഇപ്പം എനിക്ക് ഫീഡ്ബാക്ക് കൊടുക്കേണ്ടത്. സോ നിങ്ങൾ അപ്രൂവൽ കിട്ടിയ ബുക്സ് ഒക്കെ ഇവിടെയാണ് വരിക. എന്നിട്ട് യു ക്യാൻ ക്ലിക്ക് ഓൺ ഗിവ് ഫീഡ്ബാക്ക് ആൻഡ് യു ക്യാൻ ഗിവ് ഫീഡ്ബാക്ക്. ഓക്കെ, ഇനി ഫീഡ്ബാക്ക് സെൻഡ് ചെയ്തത് ഇതൊക്കെയാണ്. അപ്പം ഇത്രയും ബുക്സാണ് ഞാൻ നെറ്റ് ഗാലറിയിൽ നിന്ന് വായിച്ചിട്ട് ഫീഡ്ബാക്ക് കൊടുത്ത ബുക്സുകൾ ഇതൊക്കെയാണ്. ഇനി നോട്ട് ആക്റ്റീവിലാണ് നിങ്ങൾ പെൻഡിങ് റിക്വസ്റ്റുകൾ ഉണ്ടാവുക. പെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റിക്വസ്റ്റ് കൊടുത്തിട്ട് അവർ അപ്രൂവൽ തരാതെ ഇരിക്കുന്ന ബുക്സുകളാണ് ഇതിലുണ്ടാവുക. പക്ഷെ അതെനിക്ക് ഇപ്പം ഇല്ലാത്തത് കൊണ്ടാണ് അതില്ലാത്തത്. ഇനി ഈ പെൻഡിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഡിക്ലൈൻഡ് റിക്വസ്റ്റ് കാണാം. അപ്പം ഇതൊക്കെ ഞാൻ റിക്വസ്റ്റ് കൊടുത്തിട്ട് എന്നെ ഡിക്ലൈൻ ചെയ്തവരാണ്, ഒരുപാടുണ്ട് കേട്ടോ. അത് 2nd പേജ് വരെ ഉണ്ട്. ഇനി ഇതാണ് വിൽ നോട്ട് ഗിവ് ഫീഡ്ബാക്ക്. അപ്പം ഇതാണ് ഞാൻ ആ DNF ചെയ്ത ബുക്ക്. ഓക്കെ, അപ്പം ഞാൻ നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കുന്ന ആ സ്ഥലത്ത് വിൽ നോട്ട് ഗിവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇനി ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, ഇറ്റ്സ് നോട്ട് നെസസറി നിങ്ങൾ അതിന് 5 സ്റ്റാർ കൊടുക്കണം, 4 സ്റ്റാർ കൊടുക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ 5, 4, 3 കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ബുക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ പറ്റി എഴുതിയിട്ട് 2 സ്റ്റാർ കൊടുക്കാം. വെനെവർ യു റൈറ്റ് ദ റിവ്യൂ യു ഹാവ് ടു ബി കെയർഫുൾ. എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, ഫസ്റ്റ് നിങ്ങൾ ആ ഒരു ബുക്കിൻ്റെ ഒരു ഔട്ട്ലൈൻ കൊടുക്കാം. ഫസ്റ്റ് പാരഗ്രാഫ്, 2nd പാരഗ്രാഫ് വാട്ട് യു ലവ്ഡ് അബൌട്ട് ഇറ്റ്, ആൻഡ് 3rd പാരഗ്രാഫ് വാട്ട് യു ഡിഡ്ന്റ് ലവ് അബൌട്ട് ഇറ്റ്. പിന്നെ ഉള്ള പാരഗ്രാഫിൽ നിങ്ങൾ ഇത് ആർക്കൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് നിങ്ങൾ റിവ്യൂ എഴുതേണ്ടത്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ആ ബുക്ക്, നിങ്ങൾ 2 സ്റ്റാർ കൊടുക്കുകയാണെങ്കിലും യു ഷുഡ് ഗിവ് എന്തുകൊണ്ടാണ് നിങ്ങൾ ആ 2 സ്റ്റാർ കൊടുക്കുന്നത്. എന്തെങ്കിലും പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങൾ ആ ബുക്കിനെ പറ്റി കണ്ടിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് എന്താ ഇഷ്ടമാവാത്തെന്നുള്ള ഒരുപാട് റാൻഡ് ചെയ്യരുത്. നിങ്ങൾക്ക് നെഗറ്റീവ് റിവ്യൂ ആണെങ്കിലും അത് ഒരുപാട് പൊലിപ്പിച്ചെഴുതരുത്, കാരണം അത് ആ ഓതറിനെ ബാധിക്കുമല്ലോ. സോ ജസ്റ്റ് ഗിവ്. അപ്പം നിങ്ങൾ എന്ത് കട്ട് ആൻഡ് ക്രിസ്പായിട്ട് നിങ്ങൾക്ക് എന്താ ഇഷ്ടമാവാത്തതെന്ന് എഴുതിയിട്ട് യു ക്യാൻ സ്റ്റോപ്പ് യുവർ റിവ്യൂ. സോ ഇതാണ് എൻ്റെ ഷെൽഫ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇനി ഫൈൻഡ് ടൈറ്റിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇവിടെ ഓഡിയോ ബുക്സ് ഉണ്ട്, റീസെൻ്റ്ലി ആഡഡ്, പിന്നെ ബുക്ക് ക്ലബ് പിക്സ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് പോയിട്ട് റിക്വസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് മോസ്റ്റ് റിക്വസ്റ്റഡ് ബുക്സ്. ഇവിടെയാണ് നമ്മൾ അറിയുന്ന ഓതേഴ്സ് ഉണ്ടാവുക. സോ നിങ്ങൾക്ക് ഗ്രേഡി ആൻഡ്രിക്സിനെ അറിയുമെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, എനിക്കറിയാം. പിന്നെ ഇവിടെ ഒരുവിധം എല്ലാവരും നമ്മൾ അറിയുന്ന ഓതേഴ്സ് ആയിരിക്കും. ലൂസി സ്കോർ നല്ലൊരു ഫേമസ് ഓതറാണ്. LA കെന്നഡി എനിക്കറിയാവുന്ന ഓതറാണ്. ഇത് കാരിസ ബ്രോഡ്ബെൻഡിൻ്റെ ഞാനിതിൻ്റെ ഫസ്റ്റ് ബുക്ക് വായിച്ചിട്ടുണ്ട്. സോ ഇനി ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു സീരീസ് വായിക്കുന്നുണ്ട്, നിങ്ങൾ വായിക്കുന്ന സീരീസിൻ്റെ ഫസ്റ്റ് ബുക്ക് നിങ്ങൾ വായിച്ചു, 2nd ബുക്ക് നിങ്ങൾ വായിച്ചിട്ടില്ല. അപ്പോൾ 2nd ബുക്ക് പബ്ലിഷ് ആവാൻ ഇറ്റ് വിൽ ടേക്ക് 1 year. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെറ്റ് ഗാലറിയിൽ അവർ നേരത്തെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് ദ ബുക്സ്
സോ ആ സെക്കൻഡ് സീരീസ് നിങ്ങൾക്ക് മറ്റുള്ളവർ വായിക്കുന്നതിന് മുന്നേ ആയിട്ട് വായിക്കാൻ പറ്റും. എന്തൊരു ഈസിയാണെന്നറിയോ, കാരണം ഫ്രീ ആയിട്ടാണ് നമുക്ക് ഇതൊക്കെ കിട്ടുന്നത്. നമുക്ക് ഒരു പൈസ പോലും നമ്മൾ ചിലവാക്കാതെ നമുക്ക് ഫ്രീ ആയിട്ട് ഈ ബുക്സ് നമുക്ക് കിട്ടും. നെക്സ്റ്റ് ഇസ് മൈ ഫ്രീ ബുക്സ്. ലൈക്ക് ഇതിൽ റിക്വസ്റ്റ് കൊടുക്കേണ്ടാത്തതായിട്ടുള്ള ബുക്സുകളുണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അതിന് നിങ്ങളിവിടെ ഫൈൻഡ് ടൈറ്റിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് റീഡ് നൗ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക. റീഡ് നൗ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ യു സീ ഇതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വായിക്കാൻ പറ്റിയ ബുക്സാണ്. ഇതിലും ഉണ്ടാവലുണ്ട് കേട്ടോ. ചിലപ്പോൾ ചില ഓതേഴ്സൊക്കെ ഈ ഫ്രീയിലും നല്ല നമ്മൾ അറിയുന്ന ഓതേഴ്സ് തന്നെ ഫ്രീ ബുക്സിലും ഇടാറുണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് പേജസ് ഉണ്ട്, യു ക്യാൻ ഗോ ത്രൂ എല്ലാ ഡിസ്ക്രിപ്ഷൻസും വായിച്ചിട്ട് നിങ്ങൾക്ക് പറ്റിയത് ഏതാണെന്ന് സെലക്ട് ചെയ്യാം. സോ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഞാൻ പറഞ്ഞു തരേണ്ടതായിട്ടില്ലല്ലോ. സോ ഇത് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. സോ ഇത് നിങ്ങൾക്ക് ഏതാണോ വായിക്കേണ്ടത് അത് എടുക്കുക, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇത് വായിക്കാൻ പറ്റും, അതിൻ്റെ പ്രിമിസ് വായിക്കുക. ക്ലിക്ക് ഓൺ റീഡ് നൗ. സോ അവിടെ നിങ്ങൾക്ക് 3 ഓപ്ഷൻ ആണുള്ളത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ അപ്രൂവ്ഡ് ആയിട്ടുള്ള ബുക്സ് ആണെങ്കിലും നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് ആണല്ലോ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പം നിങ്ങൾ ഏത് ഡിവൈസിലാണോ ഇത് നോക്കുന്നത് ആ ഡിവൈസിൽ അത് ഡൗൺലോഡഡ് ആവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കിൻഡിലിൽ ഡയറക്റ്റ് ആയിട്ട് കിൻഡിലോട്ട് സെൻഡ് ചെയ്യാം. ഇനി കിൻഡിൽ ഇല്ലാത്തവർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആപ്പ് ഉണ്ട്, നെറ്റ് ഗാലറിയുടെ ആപ്പ്. അത് നിങ്ങളുടെ ഫോണിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൽ നിങ്ങൾക്ക് ആ നെറ്റ് ഗാലറിയുടെ ഷെൽഫിൽ ആ ബുക്ക് വരും. ഓക്കെ, ഒരു നെറ്റ് ഗാലറിയുടെ ആ ഒരു ആപ്പാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ സമയം വരെ ആ ഒരു ബുക്ക് അപ്പിയർ ആവുള്ളൂ. അത് കഴിഞ്ഞാൽ ആ ബുക്ക് പോകട്ടോ. സോ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഐ തിങ്ക് ഒരുപാട് നിങ്ങൾക്ക് എല്ലാ കാലത്തേക്കും ഉണ്ടാവും. ഇനി നെക്സ്റ്റ് ഇസ് ബാഡ്ജസ്. അപ്പോൾ ഈ ബാഡ്ജാണ് നമ്മുടെ ഹോണറബിൾ ആയിട്ടുള്ള ഒരു ഏരിയ. എനിക്ക് 4 എന്നാലും ഞാൻ പ്രൗഡാണ്. സോ ഞാൻ ഈ നെറ്റ് ഗാലറി തുടങ്ങിയിട്ട് കുറച്ച് കൊല്ലങ്ങളായി, ഒരു 2 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. ആൻഡ് ഫസ്റ്റ് കാണുന്ന ഈ ബാഡ്ജ് ഏതൊരാൾക്കും കിട്ടും. കാരണം നെറ്റ് ഗാലറി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും. ഓക്കെ, ഇത് നമ്മൾ അപ്രൂവലിൽ കിട്ടിയിട്ട് 10 റിവ്യൂസ് നമ്മൾ ഫീഡ്ബാക്ക് കൊടുത്താൽ കിട്ടുന്നതാണിത്. ഇത് പിന്നെ നെറ്റ് ഗാലറി അത് വേണ്ട. പിന്നെ ഇത് 80%, ഞാൻ ഒരുപാട് സമയം 80% ഞാൻ എത്ര ബുക്ക് അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് 80% റിമൈൻഡ് ചെയ്യലുണ്ട് കൂടുതലായിട്ടും. അതുകൊണ്ടാണ് എനിക്കിത് കിട്ടുന്നത്. കാരണം ഞാൻ എപ്പോഴും ആ ഒരു 80 എൻ്റെ ഒരു ടാർഗറ്റ് ആയിട്ട് എപ്പോഴും ഞാൻ കീപ്പ് ചെയ്യും. സോ ഇതൊക്കെയാണ് ഓപ്ഷൻസ്. നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ കാറ്റഗറീസ് കാണാം. നിങ്ങൾക്ക് കാറ്റഗറീസ് ആയിട്ട് തന്നെ പോകട്ടോ. സോ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ലിറ്റററി ഫിക്ഷനിൽ പോയിട്ട് ഇവിടെ നിങ്ങൾക്ക് ഏതൊക്കെയാണ് പുതിയ വരുന്ന ബുക്സ്, പിന്നെ ഏതാണ് മോസ്റ്റ് റിക്വസ്റ്റഡ്, ഇതൊക്കെ കാണാം. പിന്നെ ഇതിൽ തന്നെ നിങ്ങൾക്ക് റീഡ് നൗ ഉണ്ട്. അപ്പോൾ റീഡ് നൗവിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ബുക്സ് ഇതൊക്കെ ഫ്രീ ആയിട്ടുള്ളതാണ്. സോ ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കാം. പിന്നെ ഇനി ലിസൺ നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഓഡിയോ ബുക്ക്, അത് കുറവായിരിക്കും പക്ഷെ ഉണ്ടായി, അപ്പോൾ അത് പൊതുവേ നമ്പേഴ്സ് കുറവായിരിക്കും. ഇപ്പോൾ ഫ്രീ ആയിട്ടുള്ള ഓഡിയോ ബുക്കാണ്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അത് ലിസൺ നൗ നോക്കി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നെറ്റ് ഗാലറി ആപ്പിൽ കിട്ടും. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഓഡിയോ ബുക്സിന് നെറ്റ് ഗാലറി ആപ്പ് വേണം തോന്നുന്നു. ഇതൊക്കെയാണ് എനിക്ക് നെറ്റ് ഗാലറിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നെറ്റ് ഗാലറി ആപ്പ് നന്നായി യൂട്ടിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ലൈക്ക് ഒരുപാട് ബുക്സ് അതിൽ നിന്ന് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 വർഷം ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ അതിലൊരു പ്രോ ആയി മാറും. വൺസ് യു ബിക്കം എ പ്രോ, നിങ്ങൾക്ക് ബുക്സൊക്കെ ഏത് ബുക്സ് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്താലും ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അത് അപ്രൂവൽ ആയി കിട്ടും. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ഓതേഴ്സ് നിങ്ങളുടെ റേഷ്യോയിലോട്ടാണ് നോക്കുക. നിങ്ങൾ ഒരുപാട് ബുക്ക് അപ്രൂവലിന് വേണ്ടി വിട്ടിട്ട് ഫീഡ്ബാക്ക് കൊടുക്കുന്നേ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റേഷ്യോ എപ്പോഴും താന്നുകൊണ്ടേയിരിക്കും. നല്ലൊരു ഇത് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബുക്സ് തന്നെ, നല്ല ഫേമസ് ആയിട്ടുള്ള ബുക്സൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് വായിക്കാൻ പറ്റും. സോ ഇത് ഭയങ്കര നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഫ്രീ ആയിട്ട് ബുക്സ് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതും ആർക്ക് കോപ്പീസ് നമുക്ക് പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ ആ ബുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യം കൂടിയുണ്ട്. സോ ഡെഫിനറ്റ്ലി യൂസ് ദം ആൻഡ് മേക്ക് ഷുവർ യു യൂട്ടിലൈസ് ഇറ്റ് ആൻഡ് ഓൾസോ മെയിൻറ്റെയിൻ 85%
റേഷ്യോ. അപ്പോൾ നിങ്ങൾക്ക് നെറ്റ് ഗാലി എന്താണെന്ന് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ യു ക്യാൻ കമന്റ് ദം. ഐ വിൽ ബി ഗ്ലാഡ് ടു ഹെൽപ്പ് യു ഔട്ട്. സോ ഇതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസസ്. ഇഫ് യു ലവ് മൈ ബുക്കിഷ് കോണ്ടന്റ് then definitely like, comment, share and subscribe, and I will see you with another video. Till then, bye bye and take care.